ഹായ്! ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കണം എന്ന് തോന്നുന്ന ഒരു ടൈമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പലഹാരം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ആരെടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പലഹാരമാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ച അരി വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വാഷാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായ, ഒരു ചെറിയ പട്ടയുടെ പീസ് ഇട്ടാൽ ഇത് നമ്മൾ എന്തായാലും എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പലഹാരത്തിന് സൂപ്പർ ടേസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളവും ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നോക്കുക നമുക്കിനി വെള്ളം വേണോ എന്നുള്ളത് കേട്ടോ. മൊത്തത്തിൽ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓവറാക്കാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ ഇതിൽ വെള്ളം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. മൊത്തത്തിൽ നമുക്കിതിൽ ആയിട്ടുള്ളത് 1 കപ്പ് അരിക്ക് 3/4 കപ്പ് വെള്ളം കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 2 ക്യൂബ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ആരെടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഭംഗിയിലും കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ കുറഞ്ഞ എണ്ണയിലാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പലഹാരത്തിന് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു മീഡിയം സൈസിലാണ് ഒരു 1.5 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കുന്നുണ്ട്. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഒന്ന് റെഡി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ദാ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇനി ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പച്ചരി വെച്ചിട്ട് മാത്രം നമുക്കിത് ചെയ്തെടുക്കണ്ട. നമുക്ക് സാധാ അരിപ്പൊടിയില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അരിയെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു പലഹാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പൊടി വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ.